മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ കമലേശ്വരത്തോട്ടെത്തുകയാണ്. അങ്ങനെ കണ്ണനെ കാണാൻ വേണ്ടി ഒരുപാട് പലഹാരങ്ങളുമായിട്ട് തന്നെ അവരങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുത്തശ്ശിയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. മുത്തശ്ശിയെയും പ്രതാപനെയും കാണുന്നതും നമ്മുടെ ദുർഗയാണെങ്കിൽ ഓടി വരുന്നുണ്ട്. അങ്ങനെ അവരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദുർഗയാണെങ്കിൽ വിളിച്ചകത്ത് കയറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ കരുണയെ കാണുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോളെ എത്ര നാളായി ഞാൻ ഇത്ര ചിരിച്ച് കണ്ടിട്ട്, ഇപ്പോഴെങ്കിലും എൻ്റെ മോളുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി കാണാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് നിന്ന സമയത്ത് മോൾ എപ്പോഴും വിഷമത്തിലായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ മോളുടെ മുഖത്ത് നല്ലൊരു സന്തോഷം കാണുന്നത്. എന്തെല്ലാം കാണിച്ച് ഞങ്ങൾ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അവൾക്ക് യാതൊരുവിധ സന്തോഷവും ഇല്ലായിരുന്നു എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് മുത്തശ്ശി, ഇതിനകത്ത് പലഹാരമാണോ എന്ന് പറയുമ്പോൾ ഒന്ന് മോൾക്കും ഒന്ന് ആ വിഷാദമായിട്ടിരിക്കുന്ന കണ്ണനുമാണെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സ്വാതിയെ കണ്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെന്താണെങ്കിലും കണ്ണിനെ മുറുക്കി പിടിച്ചോണം, വട്ടം തന്നെ കെട്ടിപ്പിടിച്ചോണം എന്നെല്ലാം പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ വരാലിനെ പോലെ വഴുതി പോകുമെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് സ്വാതിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ പ്രതാപം പറയുന്നുണ്ട്, മോളെ എല്ലാവർക്കും കൂടെ ഒരു അവസരം ദൈവം കൊണ്ടു തന്നതാണ്. നമ്മുടെ എല്ലാ ആഗ്രഹപ്രകാരം നമുക്ക് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനായിട്ട് ദൈവം തന്നൊരവസരമാണ്, അതൊരിക്കലും നശിപ്പിക്കരുതെന്നെല്ലാം പറയുകയാണ് സ്വാതിയോട്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് കണ്ണൻ്റെ മഹാറാണിയെ പോലെ തന്നെ ഇവിടെ വാഴണം, എൻ്റെ മോളെ സ്നേഹിച്ചുകൊണ്ട് വേണം അങ്ങനെ ജീവിക്കേണ്ടതെന്നെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ആ മഹാലക്ഷ്മി അവൻ്റെ ജീവിതത്തിലോട്ട് വരരുത്, ആ രീതിയിൽ തന്നെ മോൾ അവനെ സ്നേഹിക്കണമെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ട് സ്വാതിക്കും വളരെ സന്തോഷമാകുന്നു. എന്നിട്ടും പ്രതാപം പറയുന്നുണ്ട്, ഞങ്ങൾ എന്താണെങ്കിലും അവൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊരു തീ കോരിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുറിയിലോട്ട് തന്നെ പോകുന്നു. പിന്നീട് കണ്ണനാണെങ്കിൽ മുറിയിലോട്ട് ആരോ വരുന്നതായിട്ട് തോന്നിക്കുന്നുണ്ട്. ഉടനെ തന്നെ കണ്ണനാണെങ്കിൽ വീൽ ചെയറിലോട്ട് ഇരിക്കുന്നു. അപ്പോഴേക്കും പ്രതാപനും മുത്തശ്ശിയും കണ്ണൻ്റെ മുറിയിലെത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, മോനെ, നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വളരെ സങ്കടമാണ്. അവളെ നീ എന്ത് പൊന്നു പോലെയാണ് കൊണ്ടു നടന്നത്, അവൾ ഇതുപോലെ ഒരു പരിപാടി ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ കണ്ണൻ്റെ മനസ്സിലോട്ട് തീ കോരിയിടുകയാണ്. പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ ദേഷ്യം കൂടുന്നുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ തന്നെ ഇരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ തന്നെ മഹിയാണെങ്കിൽ കണ്ണൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നു. പക്ഷേ കണ്ണനാണെങ്കിൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കാനാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടുന്നു. ഉടനെ തന്നെ പ്രതാപനാണെങ്കിൽ ഫോണാണെങ്കിൽ എടുത്തിട്ട് പറയുന്നു, നീ എന്തിനാടി ഇങ്ങോട്ട് വിളിച്ചത്, അവനെ ചതിച്ചിട്ട് പോയ നിനക്ക് എന്താടി ഇവനോട് പറയാനുള്ളത്, നീ എന്തിനാടി ഇങ്ങോട്ട് വിളിച്ചതെന്നല്ല ചോദിച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രതാപൻ്റെ സൗണ്ട് കേട്ടതും മഹിയാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. മഹി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ആ ശബ്ദം അവിടെ കേൾക്കുന്നത്. എന്നിട്ട് മഹി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് വിളിച്ചത്, അല്ലാതെ തന്നെയല്ല, താൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാനല്ല. മഹി പറയുമ്പോഴേക്കും, നിൻ്റെ ഭർത്താവോ, നിനക്ക് ഏതാടി ഭർത്താവെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഫോൺ കയ്യിലെടുക്കുന്നു. നീ ഇനി അവൻ്റെ ഫോണിലോട്ട് വിളിച്ചു പോകരുത്, നിന്നെക്കാട്ടി നല്ല ഒരു സുന്ദരിയായ പെണ്ണിനെ അവൻ്റെ ജീവിതത്തിലോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കും, അതുകൊണ്ട് നീ ഒരിക്കലും അവൻ്റെ ഫോണിലോട്ട് വിളിക്കരുതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മഹിയെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇത് കേട്ട് മഹി പറയുന്നുണ്ട്, ഞാനും എൻ്റെ ഭർത്താവും വേറെ വേറെയാണ് താമസിക്കുന്നതെന്ന് കരുതി എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ മകൻ ചെയ്തിട്ടുള്ള ക്രൂരത ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ കണ്ണേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതോട് തീരും എന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയാകെയാണ് ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. ഇത് കേട്ടതോട് മുത്തശ്ശിക്ക് പിന്നെ വേറൊന്നും പറയാൻ പറ്റാതെ തന്നെ കണ്ണൻ്റെ മുറിയിൽ നിന്നും പ്രതാപനും മുത്തശ്ശിയും ഇറങ്ങുകയാണ്. അന്നേരം അവർ വരുന്നത് നോക്കി നിൽക്കുകയാണ് നമ്മുടെ സ്വാതിയും കരുണയും ദുർഗയും എല്ലാം. അങ്ങനെ അവർ വരുന്നത് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പറഞ്ഞതെന്നല്ല ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി അവൻ ആ മഹാലക്ഷ്മി എന്ന ഭൂതത്തെ ഒരിക്കലും സ്നേഹിക്കില്ല, അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കാം. ഇനി അവൻ്റെ മനസ്സിൽ മോൾ എത്രയും പെട്ടെന്ന് കയറിപ്പറ്റാനുള്ള ശ്രമമാണ് നടത്തേണ്ടതെന്നെല്ലാം സ്വാതിയോടായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശിയും പ്രതാപനും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.